ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും പി എസ് സി മൈൻഡ് ബൂസ്റ്റിന്റെ SCERT സീരീസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. ഇപ്പം നമ്മൾ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ സാമൂഹ്യശാസ്ത്രം ഭാഗം 2 ആണ് പരിചയപ്പെട്ട് വന്നിട്ടുള്ളത്. അതിൽ 8 ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് കഴിഞ്ഞു അല്ലേ. 9ാമത് ചാപ്റ്റർ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പരിചയപ്പെടുന്നത്. ചാപ്റ്ററിന്റെ പേര് ഇതാണ്, ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും. അപ്പോൾ ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ എന്ന് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടാനുള്ള കാര്യം എന്താണെന്ന് നോക്കാം. നോക്കിയേ, ഞാനിവിടെ ആദ്യം തന്നെ ഒരു ഗ്ലോബിൻ്റെയും ഒരു ഭൂപടത്തിൻ്റെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സവിശേഷതകൾ നിങ്ങൾക്ക് അറിയാവോ? നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് ഗ്ലോബ്, എന്താണ് ഭൂപടം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് ഉപകരിക്കുന്ന നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ നോക്കിക്കോ, കുറച്ച് സവിശേഷതകൾ എന്ന് പറഞ്ഞു പോവാണ്. ഭൂമിയുടെ യഥാർത്ഥ മാതൃക അതെന്താ? ഗ്ലോബാണ് അല്ലേ. ഗ്ലോബിനാണ് എന്തുണ്ടാവുക? യഥാർത്ഥ മാതൃക ഉണ്ടാവുക. നെക്സ്റ്റ്, ഭൂമിയുടെ ദ്വിമാന ചിത്രീകരണം അതാണ് മാപ്പ് അല്ലെങ്കിൽ ഭൂപടം എന്ന് പറയുന്നത് അല്ലേ. ദ്വിമാന ചിത്രീകരണം അല്ലേ കാണുന്നത് നിങ്ങൾ? ഓക്കെ. നെക്സ്റ്റ്, അടുത്തായിട്ട് ഗോളാകൃതിയുള്ള ചിത്രീകരണം ഏതാ? ഗ്ലോബാണ് അല്ലേ. നെക്സ്റ്റ്, അടുത്തായിട്ട് ഭൂമിയെ ഭാഗികമായോ പൂർണ്ണമായോ പരന്ന പ്രതലത്തിൽ അതെന്താ? മാപ്പാണ് അല്ലേ. അപ്പം അത് മാപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ്, അടുത്തായിട്ട് ഭൂമിയെ പൂർണ്ണമായും ചിത്രീകരിക്കുന്നതിനാൽ ഭൂമിയെ പറ്റിയുള്ള ഒരു സമഗ്രമായ ദൃശ്യബോധം പ്രദാനം ചെയ്യുന്നത് അതേതാ? ഗ്ലോബാണ് അല്ലേ. ഓക്കെ. നെക്സ്റ്റ്, രേഖാംശ രേഖകളും അക്ഷാംശ രേഖകളും നേർരേഖകളായി കാണപ്പെടുന്നത് എവിടെയാ? യെസ്, അത് മാപ്പായിരിക്കും അല്ലെ. മാപ്പിലാണ് ആ രീതി കാണപ്പെടുന്നത്. ഓക്കെ. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, രേഖാംശ രേഖകൾ അർദ്ധവൃത്തങ്ങളായും അക്ഷാംശ രേഖകൾ കേന്ദ്രീകൃത വൃത്തങ്ങളായിട്ടും ആ രീതിയിൽ രേഖപ്പെടുത്തുന്നത് എവിടെയാണ്? ഗ്ലോബിലാണ് അല്ലേ. പിന്നെ അടുത്തായിട്ട് നിശ്ചിത പ്രദേശത്തെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും തയ്യാറാക്കുന്നതിനായിട്ട് അതേപോലെ തന്നെ യാത്രക്കായിട്ട് വഴികൾ ആസൂത്രണം ചെയ്യുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എഴുതാം അത് മാപ്പാണ്. അപ്പം മാപ്പുമായിട്ട് ബന്ധപ്പെട്ട സവിശേഷതയും അതേപോലെ തന്നെ ഗ്ലോബുമായിട്ട് ബന്ധപ്പെട്ട സവിശേഷതയും നമ്മൾ പറഞ്ഞു പോയി. അതിനൊന്ന് പട്ടികപ്പെടുത്താനുള്ള നിങ്ങൾക്ക് പറ്റിയല്ലോ. ഇപ്പോൾ ഗ്ലോബ് എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ എന്താ? ഭൂമിയുടെ യഥാർത്ഥ ചിത്രീകരണമാണ്. മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ ഭൂപടം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പരന്ന പ്രതലത്തിലേക്ക് ചിത്രീകരിക്കുന്നതാണ്. ഓക്കെ. ആ സവിശേഷതയിലൊന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ്, അടുത്ത ഭാഗം ഭൂപടങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് തരംതിരിക്കാൻ പോവുകയാണ്. ഓക്കെ. ആവശ്യങ്ങൾ വ്യത്യസ്തം, ഭൂപടങ്ങളും വ്യത്യസ്തം എന്ന രീതിയിൽ ഒരു ഭാഗം പാഠപുസ്തകത്ത് പറയുന്നുണ്ട്. അതിൽ എന്തൊക്കെ ഭാഗങ്ങളാണ് പരിചയപ്പെടാനുള്ള നോക്കാം. ഓക്കെ. അതായത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഭൂപടങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? 2 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നുണ്ട്. ഒന്ന് നിറവേറ്റുന്ന ധർമ്മം, അതേപോലെ തന്നെ അളവ്. അളവിൻ്റെ അടിസ്ഥാനത്തിൽ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഭൂപടത്തെ രണ്ട് രീതി തരംതിരിക്കാൻ പറ്റും. ഓക്കെ. അളവ് എന്ന് പറയുമ്പോൾ അത് തോത് തന്നെയാണ് കേട്ടോ. തോതിൻ്റെ അടിസ്ഥാനത്തിൽ അളവിൻ്റെ അടിസ്ഥാനത്തിൽ സെയിം മീനിങ് ആണ്. അതേപോലെ തന്നെ ധർമ്മം എന്നുള്ളത് മറ്റൊരു വർഗീകരണമാണ്. ഓക്കെ. നെക്സ്റ്റ്, ഭൂപടങ്ങളെ ചരിത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു പോകാം. അതിനുശേഷം വർഗീകരണത്തിലേക്ക് കടക്കാം നമുക്ക്. ഓക്കെ. ആദ്യം തന്നെ ചരിത്രത്തിലേക്ക് കടക്കുന്ന സമയത്ത്, ഭൂപടത്തിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കുന്ന സമയത്ത്, അതായത് ഭൂപട നിർമ്മാണത്തിൻ്റെ ചരിത്രം മനുഷ്യരാശിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ആദിമ ഭൂപടങ്ങൾ അത് കല്ലുകളിലും തടികളിലും കൊത്തിയുണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനുശേഷം മണ്ണിലും മൃഗത്തോലിലും തുണിയിലും ഒക്കെ നിർമ്മിച്ചു. ഓക്കെ. അറിയപ്പെടുന്ന കാലങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും പഴക്കമുള്ള ആ ഭൂപടം എന്ന് പറയുന്നത് BCE 2500 കാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഭൂപടമാണ്. അതാണ് മെസപ്പട്ടോമിയയിലെ ഒരു കളിമൺ ഫലകത്തിൽ വരച്ച ഭൂപടം. അപ്പം ലോകത്തിൽ ആദ്യമായിട്ട് ഭൂപടം വരച്ചാരാ? മെസപ്പട്ടോമിയക്കാരാന്ന് മനസ്സിലാക്കി വെക്കുക. അത് കളിമൺ ഫലകത്തിലായിരുന്നു. പിന്നെ ഭൂമി ഉരുണ്ടതാണെന്ന് 2ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് ഭൗമശാസ്ത്രജ്ഞനായിരുന്ന ടോളമി വിശ്വസിച്ചു. ഓക്കെ. ആദ്യമായിട്ട് ആ രീതി പറഞ്ഞ വ്യക്തിയാണ് ആര്? ടോളമി എന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ PSC ഉത്തരപ്രകാരം ജിയോഗ്രഫിയുടെ പിതാവ് തന്നെയാണ്? ടോളമിനെയാണ്. ഓക്കെ. അപ്പോൾ 2ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭൗമശാസ്ത്രജ്ഞനായിരുന്നു ആര്? ടോളമി. അദ്ദേഹമാണ് ഭൂമി ഉരുണ്ടതാണെന്ന് ആദ്യമായിട്ട് പറഞ്ഞത്. ഓക്കെ. പിന്നീട് മനസ്സിലാക്കി വെക്കേണ്ടത്, ടോളമി എന്ത് ചെയ്യുന്നു? ആ രീതിയിൽ ഒരു ഭൂപടം നിർമ്മിക്കാൻ നോക്കുകയാണ്. അങ്ങനെ CE 1400കളുടെ അവസാനത്തിൽ അറ്റ്ലസിൽ അച്ചടിച്ച് വരുന്നത് വരെ ടോളമിയുടെ ഭൂപടത്തെക്കുറിച്ച് പുറം ലോകത്തിന് അറിവില്ലായിരുന്നു. അതിനുശേഷം കൊളംബസ്, കാബട്ട്, മെഗല്ലൻ, ഡ്രേക്ക്, വെസ്പൂച്ചി എന്നീ നാവികർക്ക് ഭൂമിശാസ്ത്ര വിവരങ്ങളുടെ ഉറവിടമായിട്ട് മാറിയത് ഏതാ? ടോളമിയുടെ ഭൂപടം എന്ന് മനസ്സിലാക്കി വെക്കുക.
ഓക്കെ, ഇന്നും ടോളമി നിർമ്മിച്ച ഭൂപടത്തിന് ആധുനിക ഭൂപടങ്ങളോട് സാദൃശ്യമുണ്ട്. അതേപോലെ തന്നെ ഗ്രീക്ക്, അറബ് ശാസ്ത്രജ്ഞരാണ് ആധുനിക ഭൂപടത്തിന് അടിത്തറ പാകിയിട്ടുള്ളത്. ഓക്കെ, ആരാ അടിത്തറ പാകിയത്? ഗ്രീക്ക്, അറബി ഭൂമി ശാസ്ത്രജ്ഞരാണ് ആ രീതിയിൽ അതിന് അടിത്തറ പാകിയെന്ന് മനസ്സിലാക്കി വെച്ചോളാം. പിന്നെ അടുത്ത കാര്യം, അതിപുരാതന കാലം മുതൽക്കേ ഇന്ത്യയിലും ഭൂപടങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടന്നതായിട്ട് കരുതപ്പെടുന്നുണ്ട്. കിട്ടിയല്ലോ. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ടോളമി തയ്യാറാക്കിയ ഒരു ഭൂപടത്തിന്റെ കാര്യമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ കാര്യം ഒന്ന് ചിത്രം ഒന്ന് നോക്കിയോ എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. പിന്നെ അടുത്ത കാര്യം, നമ്മൾ ഭൂപടത്തെ തരംതിരിക്കാം എന്ന രീതി പറഞ്ഞു. അതിൽ അവ നിർവഹിക്കുന്ന ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടായി തരംതിരിക്കാം. അതിൽ ഒന്നാമത്താണ് ഭൗതിക ഭൂപടം, രണ്ടാമത്താണ് സാംസ്കാരിക ഭൂപടം. അതായത് ഭൂപ്രകൃതി, മണ്ണ്, നദികൾ, കാലാവസ്ഥ, നൈസർഗിക സസ്യജാലങ്ങൾ തുടങ്ങിയവയായിട്ട് ബന്ധപ്പെട്ട ഭൂപടങ്ങൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അത് പ്രതിപാദിക്കുന്ന ഭൂപടങ്ങൾ ഉണ്ടാവുമല്ലോ. അത്തരം ഭൂപടങ്ങളെയാണ് നമ്മൾ ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അത്തരം പ്രത്യേകതകളുടെ സവിശേഷത എന്താ? ഇത് പ്രകൃതിദത്തമായുള്ള സംഭവങ്ങളല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഭൗതിക ഭൂപടങ്ങൾ. ഇതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ആ രീതിയിൽ ചിത്രീകരിക്കുന്ന ഭൂപടത്തെ നമുക്ക് എന്ത് വിളിക്കാം? സാംസ്കാരിക ഭൂപടം എന്ന് വിളിക്കാം. നോക്കിയേ, അതിൽ രാജ്യങ്ങള്, സംസ്ഥാനങ്ങള്, ജില്ലകള് ഇതൊക്കെ മുറിച്ചിട്ടുള്ളത് മനുഷ്യനല്ലേ? ഓക്കെ, ആ രീതിയിൽ വരയ്ക്കുന്ന ഭൂപടങ്ങളെ നമുക്ക് സാംസ്കാരിക ഭൂപടം എന്ന് പറയാം. ഇത്തരത്തിൽ ഭൂപടങ്ങളെ പൊതുവെ പറയുന്ന പേരാണ് രാഷ്ട്രീയ ഭൂപടം. രാഷ്ട്രീയ ഭൂപടം ഏതിന് എക്സാമ്പിളാണ്? സാംസ്കാരിക ഭൂപടങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് റോഡുകൾ, റെയിൽവേ, അതേപോലെ തുറമുഖങ്ങൾ, ജനസംഖ്യ വിതരണം ഇതൊക്കെ കാണിക്കുന്ന ഭൂപടം എന്ത് തന്നെയാണ്? സാംസ്കാരിക ഭൂപടം എന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്, തോതിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടത്തെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായി തരംതിരിക്കാം. അതിനകത്ത് ഒന്നാമത്തത് വലിയ തോത് ഭൂപടവും ചെറിയ തോത് ഭൂപടവും. അങ്ങനെയാണെങ്കിൽ എന്താണ് വലിയ തോത് ഭൂപടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചെറിയ പ്രദേശത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, കൂടുതൽ രീതിയിലുള്ള വിവരങ്ങൾ എന്ത് ചെയ്യുന്നു? ചിത്രീകരിക്കുന്നു. അതിനെയാണെന്ന് പറയുന്നത് വലിയ തോത് ഭൂപടം. അതായത് ഒരു ചെറിയ പ്രദേശത്തെ എല്ലാ വിവരങ്ങളും, അതായത് കൂടുതൽ വിവരങ്ങളും ആ രീതിയിൽ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ എന്ത് വിളിക്കാം? വലിയ തോത് ഭൂപടം. എന്നാൽ ഒരു പ്രദേശത്തെ സംബന്ധിച്ച കേവലമായ കുറച്ച് വിവരങ്ങൾ മാത്രം, കേവലമായ വിവരങ്ങൾ മാത്രം അല്ല, ആ രീതിയിൽ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ എന്ത് വിളിക്കുന്നത്? ചെറിയ തോത് ഭൂപടം. എല്ലാ വിവരങ്ങളും ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് വലിയ തോത്. ഇനി കുറച്ച് വിവരങ്ങൾ മാത്രമാണെങ്കിൽ ചെറിയ തോത്. കിട്ടിയല്ലോ. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക ഇതിൻ്റെ എക്സാമ്പിൾസ്. ചെറിയ തോതിന് എക്സാമ്പിളാണ് ധരാതലീയ ഭൂപടം, എന്താണെന്ന് പരിചയപ്പെടാം കേട്ടോ. അതേപോലെ തന്നെ വില്ലേജ് ഭൂപടം, ഇതൊക്കെ എക്സാമ്പിളാണ് ആദ്യം കണക്ട് ചെയ്തോളാം. വലിയ തോത് ഭൂപടത്തിന് എക്സാമ്പിൾ ഏതൊക്കെയാ? ധരാതലീയ ഭൂപടം, വില്ലേജ് ഭൂപടം. ഇതേപോലെ തന്നെ ചെറിയ തോത് ഭൂപടത്തിന് എക്സാമ്പിളാണ് ലോക ഭൂപടം, ഇന്ത്യ ഭൂപടം, കേരളത്തിൻ്റെ ഭൂപടം. കിട്ടിയില്ല? അപ്പം വലിയ തോതിനും ചെറിയ തോതിനുള്ള എക്സാമ്പിൾ ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, പിന്നെ ആ തോതിൻ്റെ എക്സാമ്പിളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, ജസ്റ്റ് ഇപ്പം പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ക്ലിയർ അല്ലേ? പിന്നെ അടുത്തായിട്ട് ഭൂപടത്തിലെ അവശ്യ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഓക്കെ, ഒരു ഭൂപടത്തിൽ തലക്കെട്ട് വേണമല്ലോ, തോത് വേണമല്ലോ, ദിക്ക്, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, അംഗീകൃത നിറങ്ങൾ, അതേപോലെ തന്നെ അംഗീകൃത ചിഹ്നങ്ങൾ, സൂചിക. ഇതൊക്കെയായിരിക്കും ഒരു ഭൂപടത്തിലെ അവശ്യ ഘടകങ്ങൾ. എന്തൊക്കെയാണോ? തലക്കെട്ട്, തോത്, ദിക്ക്, അക്ഷാംശ രേഖ, രേഖാംശ രേഖ, അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും, അതേപോലെ തന്നെ സൂചിക. ഇതൊക്കെയാണ് ഒരു ഭൂപടത്തിലെ അവശ്യ ഘടകങ്ങൾ. കിട്ടിയോ? നെക്സ്റ്റ് തലക്കെട്ട്. തലക്കെട്ടിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു തലക്കെട്ട് എന്ന് പറയുന്നത്, ഹെഡിങ് എന്ന് പറയുന്നത് അതെന്തായിരിക്കും? ഒരു ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന പ്രധാന ഭൗമോപരിതല സവിശേഷത. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്? തലക്കെട്ട് സൂചിപ്പിക്കുന്നുണ്ടാവുക. ഓക്കെ, എന്താണ് ഭൂപടത്തിന്റെ ഉള്ളടക്കം എന്ന രീതി പറയുന്ന ഭാഗമായിരിക്കും ഏത്? തലക്കെട്ട് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ നോക്കിയേ. കേരളം ഭൂപ്രകൃതി ഭൂപടം എന്ന രീതി കൊടുക്കുകയാണെങ്കിൽ എന്ത് മനസ്സിലായിക്കൊള്ളണം? അത് കേരളത്തിന്റെ ഭൂപ്രകൃതിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ തലക്കെട്ട് എന്ന് പറയുമ്പോൾ എന്തിനെ കുറിച്ച് പറയുന്നതാണ്? എന്താണ് ആ ഭൂപടത്തിലെ ഉള്ളടക്കം എന്ന് പറയുന്നതാണ് എന്നുള്ള കാര്യമാണ് തലക്കെട്ട് എന്ന ഭാഗത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. കിട്ടിയോ? അടുത്ത കാര്യം തോത് എന്ന് പറയുന്നത്. തോത് എന്ന് പറയുന്നത് എന്താ?
അതായത് ഓരോ ഭൂപടം ഓരോ തോതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ടാവുക അല്ലേ. അങ്ങനെയാണെങ്കിൽ അത് അകലമാണ് സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതായത് യഥാർത്ഥ അകലവും നമ്മുടെ ഭൂപടത്തിലുള്ള അകലവും ഓക്കെ ആ രീതിയിലുള്ള അനുപാതത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തോതെന്ന് പറയുന്നത്. തോതെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, ഒരു അനുപാതമാണ്. യഥാർത്ഥവും ആ ഭൂപടത്തിലുള്ളതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ അനുപാതത്തിനെയാണ് തോതെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു നദിയുടെയോ റോഡിൻ്റെയോ റെയിൽപാതയുടെയോ നീളം, ഒരു പ്രദേശത്തിൻ്റെ വിസ്തൃതിയോ അല്ലെങ്കിൽ ഭൗമോപരിതല സവിശേഷതയുടെ വ്യാപ്തിയോ ഒക്കെ ഭൂപടം ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് കണക്കാക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്, തോത് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. കൃത്യമായിട്ട് ഒരു അനുപാതമാണ് തോത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ മാത്രം മതി. കിട്ടുമല്ലോ. നെക്സ്റ്റ് അടുത്തായിട്ട് തോത് രേഖപ്പെടുത്തുന്ന രീതികൾ നോക്കുകയാണെങ്കിൽ 3 രീതികളുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. തോത് രേഖപ്പെടുന്ന രീതികൾ എത്രയാ, 3 രീതികളാണ്. ഓക്കെ, നെക്സ്റ്റ് ഒന്നാമത്തെ ആ രീതി എന്ന് പറയുന്നതാണ് പ്രസ്താവന രീതി. ഓക്കെ, അതായത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, പ്രസ്താവന രീതിയിൽ തോത് എഴുതി പോവുകയാണ്. എങ്ങനെ എഴുതി പോകുന്നു, ഭൂപടത്തിൽ 1 സെന്റിമീറ്റർ അകലം ഭൂതലത്തിൽ 1 കിലോമീറ്റർ സൂചിപ്പിക്കുന്നു എന്ന രീതിയിൽ എഴുതി പോവുകയാണ്. അല്ലെങ്കിൽ എങ്ങനെ എഴുതി പോവാം, 1 സെന്റിമീറ്റർ 1 കിലോമീറ്റർ നീക്കലാണ് എന്ന രീതിയിൽ ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതിയിലായിരിക്കും ഏതുണ്ടാവുക, പ്രസ്താവന രീതി ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയുള്ള ഭൂപടം തോതിനാണെന്ന് വിളിക്കുന്നത് പ്രസ്താവന രീതിയിൽ തയ്യാറാക്കിയ ഭൂപടം എന്ന രീതിയിൽ വിളിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്തായിട്ട് ഭിന്നക രീതി എന്ന് പറയുന്നത്. ഭിന്നക രീതിയിൽ എഴുതി പോകുന്ന ഇങ്ങനെയാണ് 1:1,00,000. ഓക്കെ, RF = 1:1,00,000 എന്ന രീതിയിലൊക്കെ കാണും നിങ്ങൾ. ഓക്കെ, അത്തരത്തിലുള്ള ഭൂപടങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്, ഭിന്നക രീതി എന്ന് വിളിക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, 1/1,00,000 എന്ന് പറയുന്നത് 1:1,00,000 എന്നതിന് എഴുതുന്നതിന് ഈക്വലാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ ഭാഗത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താ, അത് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതുന്നത് അംശബന്ധ രൂപത്തിൽ എഴുതുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഭിന്നക രീതി എന്ന് പറയുന്നത് അംശബന്ധ രൂപത്തിൽ എഴുതുന്നതായിരിക്കും. അവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഇങ്ങനെയാണ്, 1 യൂണിറ്റ് ദൂരം എന്നത് ഭൂതലത്തിൽ 1,00,000 യൂണിറ്റുകൾക്ക് തുല്യമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് അനുപാതം എന്നുള്ളൊരു ചിഹ്നം കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതല്ലെങ്കിൽ അംശബന്ധം എന്നുള്ളൊരു ചിഹ്നം കൊടുത്തുകൊണ്ട് നമ്മൾ ആ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, ഇനി അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ അകത്ത് ഏകകം 2 സൈഡിലും ഒന്ന് തന്നെയായിരിക്കും. അത് 1:1,00,000 എന്ന് പറയുമ്പോൾ അവിടെ അതിൻ്റെ അകത്ത് ആ അംശബന്ധത്തിൻ്റെ 2 വശത്തുള്ള സംഭവങ്ങൾക്ക് എന്തായിരിക്കും, ഒരേ യൂണിറ്റാണ് കൊടുക്കേണ്ടത് അല്ല. 1:1,00,000 എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ = 1,00,000 സെൻറ്റിമീറ്റർ എന്ന രീതിയിലാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അല്ലെങ്കിൽ 1 കിലോമീറ്റർ = 1,00,000 കിലോമീറ്റർ എന്ന രീതിയിലായിരിക്കും ആ എന്തുണ്ടാവുക, മെത്തേഡിൽ 2 ഭാഗത്തുള്ള യൂണിറ്റും ഉണ്ടാവുക, അല്ലെങ്കിൽ ഏകകം ഉണ്ടാവുക. യൂണിറ്റിൻ്റെ മലയാളമാണ് എന്ത്, ഏകകം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ്, ഏകകം സെയിം ആയിരിക്കും 2 വശത്തുള്ളത്. അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ഭാഗത്തിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെട്ടു പോകാനുള്ളത്. മൂന്നാമത്തെ മെത്തേഡ് രേഖീയ രീതി എന്നാണ് മൂന്നാമത്തെ മെത്തേഡിൻ്റെ പേര്. മെയിനായിട്ടും ഡിജിറ്റൽ സർവേകളിലൊക്കെ ഉപയോഗിക്കുന്ന മെത്തേഡാണ് കേട്ടോ. ഇതാ ഏകദേശം ഈ രീതിയിൽ ഈ പിക്ചർ കാണാനും നിങ്ങൾക്ക് ആ പിക്ചർ കാണുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ഭൂപടത്തിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ട് ഭൂപടം വലുതാക്കുന്നതനുസരിച്ച് ഈ ലൈൻസ് മാറുന്ന രീതിയിലൊക്കെ മനസ്സിലാക്കി വെക്കേണ്ട രീതിയാണ് ഏത്, രേഖീയ രീതി. ഇതാ ഈ പിക്ചറിൽ മനസ്സിലാക്കിയാൽ മതി, ഈ പിക്ചർ പ്രകാരമാണ് ഏതുണ്ടാവുക, രേഖീയ രീതി ഉണ്ടാവുക എന്ന് മനസ്സിലാക്കി വെക്കാം. അതായത് തോത് വരച്ച് രേഖപ്പെടുന്ന രീതിയാണിതെന്ന് മനസ്സിലാക്കി വെച്ചോളാം. അപ്പം 3 രീതികൾ ഏതൊക്കെയാണ്, തോത് രേഖപ്പെടുത്താനുള്ള 3 രീതികൾ. ഒന്ന് പ്രസ്താവന രീതി, അടുത്തത് ഭിന്നക രീതി, അടുത്തായിട്ട് രേഖീയ രീതി. ഈ 3 മെത്തേഡുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി വെച്ചോളാം. കിട്ടിയോ? അടുത്തായിട്ട് അംഗീകൃത നിറങ്ങൾ ഭൂപടത്തിൻ്റെ ആവശ്യഘടകമാണല്ലോ. അതേപോലെ തന്നെ ചിഹ്നങ്ങൾ എന്ന് പറയുന്നതൊക്കെ ആവശ്യഘടകങ്ങളാണല്ലോ. ഓക്കെ, അവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നിറങ്ങളും ചിഹ്നങ്ങളുമാണ് ഇതിനുപയോഗിക്കുന്നത് മനസ്സിലാക്കി വെച്ചോളാം. കുറച്ച് ചിഹ്നങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം, അല്ലെങ്കിൽ നിറങ്ങളൊക്കെ പരിചയപ്പെടാം. നോക്കിക്കോ, ആദ്യം നിറങ്ങൾ നോക്കാം. സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഒരു ഭൂപടത്തിൽ പച്ച നിറം കണ്ടു കഴിഞ്ഞാൽ അവിടെ നൈസർഗിക സസ്യജാലങ്ങളെ കാണപ്പെടുക എന്ന് മനസ്സിലാക്കി വെച്ചോളാം. പച്ച എന്തിനെ സൂചിപ്പിക്കുന്നു, നൈസർഗിക സസ്യജാലം. മഞ്ഞയാണെങ്കിൽ അത് കൃഷിയിടങ്ങളെ കാണിക്കുക. മഞ്ഞ കൃഷിയിടങ്ങൾ, ഗോതമ്പ് നെല്ലൊക്കെ പൂത്ത് നിൽക്കുന്ന കാര്യം. ഓക്കെ, ആ രീതിയിലൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പച്ചയാണെങ്കിൽ നൈസർഗിക സസ്യജാലം, മഞ്ഞയാണെങ്കിൽ കൃഷിയിടങ്ങൾ. ചുവപ്പാണെങ്കിൽ പാർപ്പിടങ്ങൾ. ഓക്കെ, വീടാണ് അല്ല, വീട്, റോഡ്. അപ്പം റെഡ് റോഡ് വീട് എന്ന രീതിയിലൊക്കെ കണക്ട് ചെയ്താൽ മതി നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കിട്ടിക്കോളും. ചുവപ്പ് എന്താ,
പാർപ്പിടവും റോഡും. ഓക്കെ, റെഡാണ് റോഡ്, വീട് കണക്ട് ചെയ്യാൻ പറ്റും. കറുപ്പാണെങ്കിൽ പ്രധാനപ്പെട്ട തീവണ്ടിപ്പാത, അതേപോലെ തന്നെ അക്ഷാംശ രേഖാംശ രേഖകൾ, ഓക്കെ, അതേപോലെ തന്നെ ടെലിഫോൺ ലൈന്, അങ്ങനെയുള്ള ലൈൻസുകൾ. ഓക്കെ, ഇതൊക്കെയാണ് എന്തിൽ കാണിക്കുക? കറുപ്പ് കാണിക്കുക. ഇനിയും സംഭവങ്ങളൊക്കെ പഠിക്കാനുണ്ട്, അതെല്ലാം അങ്ങോട്ടേക്കുള്ള ക്ലാസ്സുകൾ നമ്മൾ പരിചയപ്പെടും. മെയിൻ ആയിട്ടുള്ള കണ്ടന്റുകൾ മാത്രമാണ് ഇപ്പം പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇവിടെ പരിചയപ്പെടുക: പച്ച നൈസർഗിക സസ്യജാലങ്ങൾ, മഞ്ഞ കൃഷിയിടങ്ങൾ, ചുവപ്പ് പാർപ്പിടങ്ങൾ റോഡുകൾ, കറുപ്പാണെങ്കിൽ തീവണ്ടിപ്പാത, അക്ഷാംശ രേഖ, രേഖാംശ രേഖ, ടെലിഫോൺ ലൈൻ. പിന്നെ ടെലഗ്രാഫ് ലൈനും വരണ്ട ജലാശയങ്ങളും ഒക്കെ കറുപ്പില കൊടുക്കുക കേട്ടോ. പക്ഷെ ജലാശയങ്ങളാണെങ്കിൽ അത് നീലയിലാണ്. ഇനി വരണ്ട ജലാശയമാണെങ്കിൽ കറുപ്പാണ്. ഓക്കെ, ജലാശയം നീല നിറത്തിൽ. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് തവിട്ടാണെങ്കിൽ പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനകൾ, കുന്നുകൾ, ഇതൊക്കെ എന്ത് നിറത്തിലാണ് കാണപ്പെടുക? തവിട്ട് നിറത്തിലാണ് കാണപ്പെടുക എന്ന് മനസ്സിലാക്കിക്കൊള്ളാം. സിമ്പിൾ അല്ലേ? ഇതാണ് ഭൂപടത്തിലെ ഔദ്യോഗിക നിറങ്ങൾ, ആഗോളതലത്തിൽ അംഗീകരിച്ചുള്ള ഔദ്യോഗിക നിറങ്ങൾ എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് ഞാനിവിടെ കുറച്ച് ചിത്രം ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് കുറച്ച് അംഗീകൃത ചിഹ്നങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ഭാഗമൊക്കെ ഒന്ന് നോട്ട്ബുക്കിലൊക്കെ ഒന്ന് വരച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കിട്ടും. ഓക്കെ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ചിത്രം തന്നുകൊണ്ട് ഇതെന്തിനെ സൂചിപ്പിക്കുന്നു എന്ന രീതിയിൽ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ടൊന്ന് വരച്ചൊക്കെ ഒന്ന് വെച്ചോളൂ കേട്ടോ. ഓക്കെ, ആ രീതിയിൽ വരച്ച് പിടിച്ചോളാം. കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ്. നെക്സ്റ്റ് അടുത്തൊരു ഭാഗം, നമ്മൾ ഭൂപടമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു. നെക്സ്റ്റ് മറ്റൊരു കാര്യം, ഭൂപടം തയ്യാറാക്കുന്ന രീതിയിലുള്ള മറ്റൊരു കാര്യമാണ് ഇത് വിദൂര സംവേദനം അല്ലെങ്കിൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിദൂര സംവേദനം എന്ന് പറഞ്ഞാൽ സിംപിളി മനസ്സിലാക്കി വെക്കേണ്ടത് ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ കുറിച്ചുള്ള വിവരങ്ങൾ വിദൂരതയിൽ നിന്നും സ്പർശബന്ധം കൂടാതെ ഉപകരണങ്ങളുടെ സഹായത്തോടെ ശേഖരിക്കുന്ന രീതിയിൽ എന്ത് വിളിക്കാം? വിദൂര സംവേദനം എന്ന് വിളിക്കാം. ഓക്കെ, ഒന്നുമില്ല, സ്പർശബന്ധം ഏതുമില്ലാതെ എന്ത് ചെയ്യുന്നു? വിവരശേഖരണം നടത്തുന്നതിന് നമുക്ക് എന്ത് വിളിക്കാം? വിദൂര സംവേദനം എന്ന് വിളിക്കാം. ഒന്നുകിൽ ഒരു വസ്തുവിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തിൻ്റെ കാര്യം. ഓക്കെ, ആ രീതിയിൽ വിവരശേഖരണം നടത്തുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? വിദൂര സംവേദനം എന്നറിയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ റിമോട്ട് സെൻസിങ് എന്ന രീതിയിൽ പറയാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് അതിനു വേണ്ടി കുറച്ച് ഉപകരണങ്ങൾ ഉപയോഗിക്കും നമ്മൾ, അല്ല? അതിൽ ബലൂൺ ഉപയോഗിക്കാം, വിമാനങ്ങൾ ഉപയോഗിക്കാം, കൃത്രിമ ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കാം. ഓക്കെ, അതൊക്കെയാണ് അതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. എന്നാൽ ഈ ഉപകരണങ്ങളല്ല വിവരശേഖരണം നടത്തുന്നത്. വിവരശേഖരണം നടത്തുന്ന ആരാ? ഒന്നെങ്കിൽ ക്യാമറ ആയിരിക്കാം, സ്കാനർ ആയിരിക്കാം. ഓക്കെ, ആ ക്യാമറയും സ്കാനറൊക്കെ എന്ത് ചെയ്യാണ്? ഘടിപ്പിച്ചിട്ടുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ വഹിച്ചു കൊണ്ടുപോകുന്നതാണ് ബലൂണ്, വിമാനങ്ങൾ, കൃത്രിമ ഉപഗ്രഹങ്ങളൊക്കെ, അല്ല? ആ രീതിയിലാണ് വിവരശേഖരണം നടത്തുന്നതെന്ന് മനസ്സിലാക്കി വെച്ചോളാം. അങ്ങനെയാണെങ്കിൽ ഈ വിവരശേഖരണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, അതായത് ക്യാമറ, സ്കാനറുകളൊക്കെ ഇല്ലേ, അതിനാണ് സംവേദകങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സംവേദകങ്ങൾ എന്ന് പറഞ്ഞ സംവേദകങ്ങൾക്ക് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ക്യാമറ, സ്കാനറാണ്. ഇനി അടുത്തായിട്ട് ഈ സംവേദകങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്ന എവിടെയാ? ബലൂണ്, വിമാനം, കൃത്രിമ ഉപഗ്രഹം, ഇതിൻ്റെ മുകളിലൊക്കെ അല്ലേ? അതിനാണ് നമ്മൾ പ്ലാറ്റ്ഫോമുകൾ എന്ന് വിളിക്കുന്നത്. സംവേദകങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള പ്രതലത്തെ വിളിക്കുന്ന പേരാണെന്ത്? പ്ലാറ്റ്ഫോം. സിമ്പിൾ കാര്യം. ഓക്കെ, അപ്പോൾ സംവേദകം എന്താണ്, പ്ലാറ്റ്ഫോം എന്താണെന്ന് മനസ്സിലാക്കിയോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വിദൂര സംവേദനത്തിന് നമ്മൾ ഒന്ന് തരംതിരിക്കുകയാണ്. ഓക്കെ, അതായത് പ്ലാറ്റ്ഫോമുകളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാണ്? വിദൂര സംവേദനത്തെ മൂന്നായി തരംതിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം ഭൂതല വിദൂര സംവേദനം. ഓക്കെ, രണ്ടാമത്തത് ആകാശീയ വിദൂര സംവേദനം, മൂന്നാമത്തത് ഉപഗ്രഹ വിദൂര സംവേദനം. പിക്ചർ കണ്ടോ നിങ്ങൾ? ആ പിക്ചറിലൂടെ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ടത് ഭൂതല ഛായാഗ്രഹണം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയോ നിങ്ങൾ? ഓക്കെ, ഒന്നാമത്തെ പിക്ചർ കണ്ടല്ലോ. അവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താ? ഒരു ക്യാമറ ഉപയോഗിച്ചിട്ട് ചിത്രം പകർത്തുന്ന രീതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഭൂതല ഛായാഗ്രഹണം. ഈ ചിത്രത്തിൽ കാണാമല്ലോ, ഒരു വ്യക്തി ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ചിത്രം പകർത്തുന്നതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പിക്ചർ നോക്കിയേ, ആകാശ വിദൂര സംവേദനം. എന്താ സംഭവം? വിമാനത്തിൽ എന്ത് ചെയ്യുന്നു? ഒരു ക്യാമറ ഘടിപ്പിക്കുകയാണ്. അതിൻ്റെ സഹായത്തോടെ എന്ത് ചെയ്യാണ്? വിവരം ശേഖരിക്കുകയാണ്. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്? ആകാശ വിദൂര സംവേദനം എന്ന് പറയുന്നത്. കിട്ടിയോ? മൂന്നാമത്തെ മെത്തേഡ് നോക്കിയേ, ഉപഗ്രഹ വിദൂര സംവേദനം. പേര് പറയുന്നത് പോലെ തന്നെ എന്ത് മനസ്സിലാക്കി വെക്കുക? കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ത് ചെയ്യുന്നു? സംവേദകങ്ങൾ ഘടിപ്പിക്കുകയാണ്. അതുവഴി ഭൂമിയിലെ വിവരങ്ങൾ ലഭിക്കുന്ന രീതിയെ വിളിക്കുന്ന പേരാണെന്ത്? ഉപഗ്രഹ വിദൂര സംവേദനം. ഇതാണ് പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നത്? ഭൂപടത്തെ മൂന്നായി തരംതിരിക്കുന്നത്. കിട്ടിയ മക്കളെ? അടുത്ത കാര്യം,
വിദൂര സംവേദനത്തിലുള്ള സാധ്യതകൾ ഓക്കെ ഏതൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം കാലാവസ്ഥ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാം, കാർഷിക മേഖലയിലെ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാം, പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യത മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കാം, വരൾച്ച, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായ പ്രദേശങ്ങളെക്കുറിച്ചുള്ള വിവരശേഖരണം നടത്താൻ വേണ്ടിയിട്ടൊക്കെ ഏത് ഉപയോഗിക്കാം? നമുക്ക് വിദൂര സംവേദനം ഉപയോഗിക്കാം. ഇതൊക്കെയാണ് വിദൂര സംവേദനത്തിൻ്റെ സാധ്യതകൾ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, നെക്സ്റ്റ് വിദൂര സംവേദനത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഭൂവിവര വ്യവസ്ഥ അല്ലെങ്കിൽ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന GIS. ഓക്കെ, അപ്പോൾ GISൻ്റെ ഫുൾ ഫോം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അതാണ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഭൂവിവര വ്യവസ്ഥ എന്ന് പറയുന്നത്. എന്താ ഭൂവിവര വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഭൂപട വിശകലനം, വിദൂര സംവേദനം തുടങ്ങിയ മാർഗങ്ങളിലൂടെ ഭൂമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അഥവാ ഭൂവിവരങ്ങൾ ശേഖരിക്കുവാൻ നമുക്ക് കഴിയുമല്ലോ. ഓക്കെ, ഈ മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ ഉണ്ടാകുമല്ലോ, അത് വിശകലനം ചെയ്യുക, നിഗമനങ്ങൾ രൂപപ്പെടുത്തുക. ഓക്കെ, പിന്നെ ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടിക മുതലായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക. ഓക്കെ, അതിനൊക്കെ നമുക്ക് എന്തിലൂടെ പറ്റും? GISയിലൂടെ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, ഭൂവിവരങ്ങൾ വിശകലനം ചെയ്ത് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനായിട്ട് സോഫ്റ്റ്വെയർ അധിഷ്ഠിത സാങ്കേതിക വിദ്യയുണ്ട്. അതിൻ്റെ പേരാണെന്ത്? GIS. ഓക്കെ, ഒന്നുമില്ല, വിവരശേഖരണം നടത്തുക, അത് വിശകലനം ചെയ്യുക, ഗ്രാഫാക്കുക, അത് വീണ്ടും വിശകലനം ചെയ്യുക, ഇങ്ങനെയുള്ള പരിപാടികളാണ് ഏത് ചെയ്യുന്നത്? GIS എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിത സോഫ്റ്റ്വെയർ ആണ് ഇത് GIS എന്ന് പറയുന്നത്. കിട്ടിയല്ലോ? എന്തിനു വേണ്ടിയിട്ടാ? ഭൂപട വിശകലനം, വിദൂര സംവേദനം, ഓക്കെ, അങ്ങനെയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനൊക്കെ അപഗ്രഥിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഏത് നമ്മൾ ഉപയോഗിക്കുന്നത്? GIS നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, മെയിനായിട്ട് ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ് ഭൂവിവര വ്യവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ മുതലായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാനും അതേപോലെ തന്നെ അവയുടെ വിശകലനവും ഒക്കെ നടത്തുവാൻ വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത സോഫ്റ്റ്വെയർ സാങ്കേതിക വിദ്യയാണ് ഏതെന്ന് മനസ്സിലാക്കി വെക്കുക. GIS എന്ന രീതിയിൽ മനസ്സിലാക്കി വെച്ചോളാം. കിട്ടിയല്ലോ? നെക്സ്റ്റ്, ഈ ഭൂവിവര വ്യവസ്ഥയുടെ പ്രവർത്തനം എങ്ങനെയാണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാം? ഒരു ഉപയോക്താവിനെ കാണാം. ഓക്കെ, ആ ഉപയോക്താവ് എന്ത് ചെയ്യുന്നു? ഭൂപടങ്ങൾ, ഉപഗ്രഹ ചിത്രങ്ങൾ, ആകാശ ചിത്രങ്ങൾ, പട്ടികകൾ, ഗ്രാഫുകൾ, സർവേകൾ തുടങ്ങിയവയിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുക ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഭൂവിവര വ്യവസ്ഥയുടെ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ വിശകലനങ്ങൾ ചെയ്യുന്നു. ഓക്കെ, ഒരു വിശകലനം നടത്തുന്നു. ഓക്കെ, ആദ്യം എന്ത് ചെയ്യുന്നു? ശേഖരിക്കുന്നു, നെക്സ്റ്റ് വിശകലനം നടത്തുന്നു, പിന്നെ അടുത്തായിട്ട് എന്ത് ചെയ്യുന്നു? ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ, ത്രിമാന മാതൃകകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക ചെയ്യുന്നത്. അപ്പോൾ ആദ്യം വിവരശേഖരണം നടത്തുന്നു, പിന്നെ വിശകലനം നടത്തുന്നു, അതേപോലെ തന്നെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയകളാണ് ഏതിലൂടെ സാധ്യമാക്കുന്നത്? GISയിലൂടെ സാധ്യമാക്കുന്നത്. കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് എന്തിനൊക്കെയാണ് ഈ GIS എന്നുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം പല മേഖലകളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു പോയാൽ മാത്രം മതി. ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് പരിചയപ്പെട്ടു പോകുന്നു, അത്ര മാത്രമേ ചെയ്തുള്ളൂ. ഓക്കെ, വ്യവസായ ആവശ്യങ്ങൾക്ക്, വാണിജ്യ ആവശ്യങ്ങൾക്ക്, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, വാർത്താവിനിമയത്തിന് വേണ്ടിയിട്ട്, കൃഷിക്ക് വേണ്ടിയിട്ട്, ആസൂത്രണത്തിന് വേണ്ടിയിട്ട്, ജലസേചനം, ഗതാഗതം, പ്രകൃതി ദുരന്ത നിവാരണം, ടൂറിസം, വിഭവ പരിപാലനം, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഏത് ഉപയോഗിക്കുന്നുണ്ട്? ഭൂവിവര വ്യവസ്ഥ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. സിമ്പിളാണ്. കാര്യങ്ങൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഈ ഭാഗത്ത് കൊടുക്കേണ്ട. ആ ഭൂവിവര വ്യവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. അതിൻ്റെ സാധ്യതകളൊക്കെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. കിട്ടിയോ? നെക്സ്റ്റ് അടുത്തായിട്ട് GPS എന്നുള്ള സംവിധാനം നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംവിധാനമാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം ആദ്യം മനസ്സിലാക്കി വെക്കുക. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. എന്താണ്? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഓക്കെ, കാര്യം ഇങ്ങനെ മനസ്സിലാക്കി വെക്കാം. ഒരു വിമാനം ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ സ്ഥാനം, പറക്കുന്ന ഉയരം, ദിശ, ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ എടുക്കുന്ന സമയം, ഇതൊക്കെ കൃത്യമായിട്ട് കണ്ടെത്തി തരുന്ന സാങ്കേതിക വിദ്യ. ഓക്കെ, ആ രീതിയിൽ ഒരു സ്ഥാനം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഏതെന്ന് മനസ്സിലാക്കി വെക്കുക? GPS അല്ലെങ്കിൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഓക്കെ, ഒരു അമേരിക്കയുടെ സാങ്കേതിക വിദ്യയാണ് GPS എന്നുള്ള കാര്യം ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു പോകുക. ഇപ്പം
ഇന്ത്യയുടെയും ഇതേപോലെ തന്നെ സാങ്കേതിക വിദ്യയുണ്ട്. നമ്മളെ ഫോണിലൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏത് തന്നെയാണ്? GPS തന്നെയാണ്. ഇത് അമേരിക്ക വികസിപ്പിച്ച ഒരു ഗതി നിർണയ ഉപഗ്രഹ സംവിധാനമാണ് ഏതെന്ന് മനസ്സിലാക്കി വെക്കുക, GPS. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ഗതി നിർണ്ണയിക്കാൻ വേണ്ടി, സ്ഥാനം കണ്ടെത്താൻ വേണ്ടിയിട്ട്. കിട്ടുമല്ലോ. നെക്സ്റ്റ് അടുത്തായിട്ട് എന്താണ് GPS ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. അതായത് ഒരു ഭൂമിയിൽ ഒരു വസ്തുവിൻ്റെ അക്ഷാംശ രേഖാംശ സ്ഥാനം, അതിൻ്റെ ഉയരം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് GPS. ഓക്കെ, നെക്സ്റ്റ് ചലിക്കുന്ന വസ്തു ആണെങ്കിലോ അതിൻ്റെ സ്ഥാനവും സഞ്ചാരദിശ, സഞ്ചാര വേഗത, സമയം എന്നിവയൊക്കെ കൃത്യമായി നിർണ്ണയിക്കാൻ ഏതുകൊണ്ട് പറ്റും? GPS കൊണ്ട് പറ്റും. ഓക്കെ, നമ്മളൊക്കെ GPS ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ രീതിയിലെ സാങ്കേതിക വിദ്യയാണ് GPS എന്ന രീതിയിൽ മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, സഞ്ചാര വേഗത, ദിശ, സഞ്ചാരദിശ, സമയം ഇതൊക്കെ നിർണ്ണയിക്കാൻ ഏതിലൂടെ പറ്റും? GPS പറ്റും എന്നുള്ള കാര്യമാണ് ഈ ഭാഗത്തിലൂടെ പറഞ്ഞു പോകുന്നത്. ഇനി ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു, ഇന്ത്യയും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഗതി നിർണ്ണയ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരെന്ന് മനസ്സിലാക്കി വെക്കുക, IRNSS എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട, ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് നോക്കിക്കോ. ഇന്ത്യയിൽ ISRO വികസിപ്പിച്ചെടുത്ത ഭൂപട നിർമ്മാണ സംവിധാനമാണ് ഭുവൻ. ഓക്കെ, ഭുവൻ എന്ന് പറഞ്ഞാൽ ആരാ വികസിപ്പിച്ചെടുത്തത്? ISRO ആണ്. ഓക്കെ, ISRO വികസിപ്പിച്ചെടുത്താണ് ഭുവൻ എന്ന് മനസ്സിലാക്കി വെക്കുക. എന്തിനു വേണ്ടിയിട്ടാ? ഭൂപട നിർമ്മാണ സംവിധാനം. ISRO മാത്രമൊന്നുമല്ല, SCERT ഒക്കെയാണ് ചേർന്നുകൊണ്ടാണ് ആ രീതിയിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്കൂൾ ഭുവനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ISRO ആണ് ഇവിടെ വികസിപ്പിച്ചതെന്ന രീതി പറയുന്നു. ഭുവൻ വികസിപ്പിച്ചത് ISRO ആണ്. ഓക്കെ, GIS വിദൂര സംവേദനം എന്നിവയുടെ പരമാവധി സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയുള്ള ഈ സംവിധാനത്തിൻ്റെ സവിശേഷതകൾ വിവര സാങ്കേതിക വിദ്യയുടെ സഹായം കൂടി പ്രയോജനപ്പെടുത്തി അന്വേഷിച്ചറിയൂ എന്ന രീതിയൊക്കെ പാഠപുസ്തകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ഇവിടെ ഏറ്റവും ബേസ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോയിട്ടുള്ളത്. കൂടുതലായിട്ട് നമുക്ക് പഠിക്കേണ്ട ആവശ്യകതയുണ്ട്. അതായത് കൂടുതലായിട്ട് നിങ്ങൾ എന്ത് ചെയ്തോളണം? കൂടുതൽ ചാപ്റ്റേഴ്സിൻ്റെ അകത്തുനിന്ന് അങ്ങോട്ടേക്ക് മനസ്സിലാക്കിക്കൊള്ളണം. ഇപ്പം നമുക്ക് പാഠപുസ്തകത്തിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തു പോകുന്നത്. ഓക്കെ, പാഠപുസ്തകത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അത് മാത്രമേ നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്തു പോകുന്നുള്ളൂ. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഉയർന്ന ചാപ്റ്റേഴ്സിൽ കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്